വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിവാഹം കഴിഞ്ഞ് 4 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ചാനലിലെ ഈ ഒരു കാര്യം മനസ്സിലാക്കി പ്രഗ്നൻ്റ് ആയ ഒരു കുട്ടിയുടെ സക്സസ് സ്റ്റോറി ആസ്പദമാക്കിയിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഒരുപാട് സ്ത്രീകൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിനെ പറ്റിയിട്ടും ഫോളോ ചെയ്യേണ്ട ടിപ്സിനെ പറ്റി മുഴുവനായിട്ടും ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്കും ഈ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ കുട്ടിക്ക് ഇവിടെ പ്രഗ്നൻസി പോസിറ്റീവ് ആവുന്നതിന് മുൻപായിട്ട് ഒരുപാട് നാളുകൾ പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ട്രൈ ചെയ്യുന്ന സമയത്തൊക്കെ ഓവുലേഷൻ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ സൈക്കിൾ ഭയങ്കര ഷോർട്ടായിട്ട് പോവുകയായിരുന്നു. അതായത് ചില മാസങ്ങളിൽ നല്ലതുപോലെ കുറഞ്ഞു സൈക്കിൾ പോവുക, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞിട്ട് ഓവുലേഷനും ട്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് എത്തി. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് പ്രൊജസ്ട്രോൺ ഹോർമോണിനെ പറ്റിയിട്ട്. അങ്ങനെ പ്രൊജസ്ട്രോണിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ ലോ പ്രൊജസ്ട്രോണിന്റെ ഡെഫിഷ്യൻസീസും അതുപോലെ സിംറ്റംസും ഒക്കെ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഇതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ചിന്തിച്ചതും ട്രീറ്റ്മെന്റ് എടുത്തതും പ്രഗ്നന്റ് ആകാനായിട്ട് സാധിച്ചത് കേട്ടോ. അപ്പൊ എന്താണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ എന്ന് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ മനസ്സിലാക്കാം. നമ്മുടെ ശരീരം പുറപ്പെടുവിപ്പിക്കുന്ന ഒരു സെക്സ് ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഉണ്ട്, ടെസ്റ്റോസ്റ്ററോണും ഉണ്ട്. ഇതിൽ പ്രൊജസ്ട്രോണിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കേട്ടോ. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നന്നായി നടക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ എന്ന് പറയുന്നത്. ഇതിന്റെ ഇംബാലൻസസ് നമുക്ക് ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് മെൻസ്ട്രേഷനെയും അഫക്ട് ചെയ്യും, നമ്മുടെ പ്രഗ്നൻസിയെയും അഫക്ട് ചെയ്യും. കാരണം നമുക്ക് മെൻസ്ട്രൽ സൈക്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഫേസിൽ നമുക്ക് വേണ്ടത് ഈസ്ട്രോജൻ ഹോർമോൺ ആണ്. ഇത് അണ്ടം വളർന്ന് മൂപ്പെത്തി പൊട്ടാനായിട്ട് സഹായിക്കുമ്പോഴേക്കും നമ്മുടെ പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ് എൻഡോമെട്രിയൽ ലൈനിങ് തിക്നെസ് ആകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതും പ്രഗ്നൻസി ആയ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോ സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി അതിന് കൊടുക്കുന്നത്. പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവുകയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എംബ്രിയോയ്ക്ക് അവിടെ വളരാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ ശരീരത്തിൽ ഇല്ലാതെ വരുന്നു. അതുപോലെ തന്നെ എൻഡോമെട്രിയൽ ലൈനിങ് പെട്ടെന്ന് തന്നെ ഷെഡായിട്ട് പീരിയഡ്സ് ഉണ്ടാകുന്നതിനും അത് കാരണമാകുന്നുണ്ട് കേട്ടോ. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ തരുന്ന ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഏറ്റവും ആദ്യം നോക്കാം. എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ്. നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. മെൻസ്ട്രൽ ബ്ലീഡിംഗ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഹെവി ഫ്ലോ ഒന്നും ഇല്ലാതെ ഫ്ലോ നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രഗ്നൻസി ആയി കഴിഞ്ഞാൽ അത് സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. തൈറോയിഡിന്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതിന് സപ്പോർട്ട് നൽകുന്നു. നമ്മുടെ മൂഡൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. പ്രൊജസ്ട്രോണിന്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാകുമ്പോഴും അതുപോലെ ഭയങ്കര ഹൈലി പ്രൊജസ്ട്രോൺ പോകുമ്പോഴും ഒക്കെയാണ് പലർക്കും ഇത്തരത്തിലെ മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതെല്ലാം ഒന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ്. തുടക്കത്തിലേ പറഞ്ഞതുപോലെ നമ്മുടെ 2 ഫേസിൽ നമുക്ക് 2 ഹോർമോൺസ് വേണം. ഇതിന് രണ്ടും ഒരു ബാലൻസിലാണ് മുൻപോട്ടേക്ക് പോകുന്നത്. ഏതെങ്കിലും ഒന്ന് നമുക്ക് അവിടെ കുറഞ്ഞു പോവുകയാണെങ്കിൽ മറ്റേത് കൂടാനായിട്ട് കാരണമാകും. പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സൈഡ് എഫക്ട്സ് നമുക്കുണ്ടാകും. അതും ഫെർട്ടിലിറ്റിയെ അഫക്ട് ചെയ്യും. നമുക്ക് ഭാവിയിൽ പ്രഗ്നൻസി ഒരുപാട് നീണ്ടു പോകുന്നതിനും ഇത് കാരണമാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്കൊരു ഇംബാലൻസസ് ഉണ്ടാവുകയാണെങ്കിൽ ശരീരത്തിൽ അമിതമായിട്ട് വെയിറ്റ് കൂടുന്നതിനും മെൻസ്ട്രൽ സൈക്കിൾ ഹെവി ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാകുന്നതിനും നമ്മുടെ സെക്സ് ഡ്രൈവ് കുറഞ്ഞു പോകുന്നതിനും പിത്താശയ സംബന്ധമായിട്ട് രോഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നതിനും അത് കാരണമാകുന്നുണ്ട് കേട്ടോ. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് പ്രൊജസ്ട്രോൺ ഹോർമോൺ നമുക്ക് ശരീരത്തിൽ ലോ ആയി പോവുകയാണെങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണാകാത്തതോടൊപ്പം നമ്മുടെ എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ടാകുന്നു. മിസ്കാരേജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസും കൂടുന്നു. എക്ടോപിക് പ്രഗ്നൻസി എപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ് ഫലോപ്പിയൻ ട്യൂബിൽ ഇംപ്ലാന്റ് ആകുന്ന സമയത്താണ്. കാരണം അതിന് സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകാൻ പാകത്തിന് ഹോർമോൺസ് ശരീരത്തിൽ ഇല്ലാതെ വന്നു കഴിയുമ്പോഴാണ് ഇംപ്ലാന്റേഷൻ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൽ ഉണ്ടാകുന്നത്. ഈ ട്യൂബിൽ ഉണ്ടാകുന്ന ഇംപ്ലാന്റേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ട്യൂബ് റപ്ചർ ആയി പോകുന്നതിനും നമ്മുടെ ലൈഫിന് തന്നെ ഒരു ത്രെട്ടായി മാറുന്നതിനും അത് കാരണമാകും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രഗ്നൻസി ആയിട്ടുണ്ടെങ്കിലും നമ്മൾ പ്രഗ്നൻസിയുടെ തുടക്കകാലത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൃത്യമായിട്ട് ഇല്ല എങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് മിസ്കാരേജ് ഉണ്ടാകും. കുറച്ചങ്ങോട്ട് മുൻപോട്ടേക്ക് പോകുമ്പോഴാണ് നമ്മളിത് അറിയുന്നതെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാലോ നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴോ പ്രൊജസ്ട്രോൺ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഫുഡ് കഴിക്കുമ്പോഴോ നമുക്കിത് പോകാം.
പക്ഷേ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് വളരെ വെരി നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് പ്രൊജസ്ട്രോൺ ശരീരത്തിൽ സപ്പോർട്ട് ചെയ്യാനും പാകത്തിന് ഇല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ റെക്കറന്റ് ആയിട്ട് നമുക്ക് മിസ്കാരേജ് ഉണ്ടാകുന്നതിനും അത് കാരണമാകും കേട്ടോ. ഇനി ലോ പ്രൊജസ്ട്രോണിന്റെ ലക്ഷണങ്ങൾ ഈ കുട്ടിക്ക് ഉണ്ടായതുപോലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് ഏറ്റവും ആദ്യം നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിൻ ആണ്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വണ്ണം വെക്കുന്ന ഒരുപാട് പേരില്ലേ, അങ്ങനെ വണ്ണം വെക്കുന്നത് ഒരിക്കലും അവൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടല്ല, മറിച്ച് ഹോർമോൺസിന്റെ ഇംബാലൻസസ് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്നത് ഭക്ഷണത്തിനേക്കാൾ, അതായത് കുറവ് കഴിച്ചാലും നിങ്ങൾക്ക് കൂടുതലായിട്ട് വണ്ണം വെക്കുന്നത് പോലെ ഉണ്ടാവും കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ബ്ലോട്ടിംഗ് ഉണ്ടാവുക. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് നമുക്ക് പലർക്കും ബ്ലോട്ടിംഗ് ഉണ്ടാവുന്നുണ്ട്. അത് പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഇൻക്രീസ് മൂലമാണെങ്കിൽ, ഇത് പ്രൊജസ്ട്രോൺ ഹോർമോൺ ലോ ആയി പോകുന്നത് കൊണ്ടാണ് നമുക്ക് ശരീരത്തിലെ വയർ എപ്പോഴും ഹെവി ആയിട്ട് നിൽക്കുന്നത് പോലുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത ബുദ്ധിമുട്ട് നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് ചൂടാകുന്നത് പോലെ നമുക്ക് തോന്നും. അതായത് നമുക്ക് ടെമ്പറേച്ചർ ഉണ്ടാവില്ല, പക്ഷെ എപ്പോഴും ഭയങ്കര ചൂട്, വേർപ്പ്, അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. കാലാവസ്ഥപരമായിട്ട് മറ്റൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഇല്ല എങ്കിലും, നിങ്ങൾ ഒരുപാട് ദേഹം അനങ്ങിയിട്ടുള്ള ജോലികൾ ചെയ്തിട്ടില്ലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഹോട്ട് ഫ്ലാഷസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ശരീരം ഭയങ്കര ചൂടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം, ചെക്കപ്പ് നടത്തണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടോ എന്ന് മനസ്സിലാക്കണം കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാവുകയാണ്. ഉച്ച സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇടനേരങ്ങളിൽ ഉറങ്ങിക്കഴിഞ്ഞാലോ ആണ് പലർക്കും രാത്രി ഉറക്കക്കുറവ് ഉണ്ടാവുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഒരു ലക്ഷണവും ഇല്ലാതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് രാത്രി ഉറങ്ങാൻ പറ്റാത്ത തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതും മറ്റേതെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് ശരീരത്തിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങളത് മനസ്സിലാക്കണം കേട്ടോ. അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് മൂഡ് സ്വിങ്സ് ആണ്. ഒപ്പം തന്നെ നമുക്ക് ആൻസൈറ്റി ഉണ്ടാകും. പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരിക, നമ്മൾ കരയുക, അങ്ങനെയുള്ള മാറ്റങ്ങൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറയുന്നത് കൊണ്ടായിരിക്കും കേട്ടോ. അടുത്തത് നമ്മുടെ ഫെർട്ടിലിറ്റിയെ ഇത് സാരമായിട്ട് തന്നെ അഫക്ട് ചെയ്യുന്നു. ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യാന്ന് പറയുമ്പോഴേക്കും ഓവുലേഷൻ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ പ്രഗ്നൻസി കിട്ടുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇതേ സിറ്റുവേഷൻ തന്നെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാൻ പാകത്തിനുള്ള കാര്യങ്ങൾ ശരീരത്തിന് ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ എടുത്തു കഴിഞ്ഞാലും ഇതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പ്രഗ്നൻസി നീണ്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഭയങ്കര കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് എപ്പോഴും ഉണ്ടാകുന്നത് ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടാണ്. പലർക്കും നോർമലായിട്ട് ചിലപ്പോൾ ബ്ലീഡിംഗ് എന്നാണോ എക്സ്പെക്റ്റഡ് ഡേറ്റ് നമുക്ക് ഉണ്ടാകുന്നത് അതിനേക്കാൾ ഒരു 2-3 ദിവസം മുൻപ് ചിലർക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. മുഖത്ത് കുരുക്കളായിട്ടോ കയ്യിലോ കാലിലോ വേദനയായിട്ടോ അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ആയിട്ടാണ് പലർക്കും ഇത് വരുന്നത്. എന്നാൽ മറ്റു ചില ആളുകൾക്ക് ഓവുലേഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ ഇങ്ങനെയുള്ള പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മാറ്റം വരുന്നുണ്ടെങ്കിൽ, അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഒരാഴ്ചക്കകം തന്നെ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഭയങ്കര കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ ഡോക്ടറെ പോയി ഒന്ന് കാണണം. ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടോ എന്ന് നോക്കണം, വെയിറ്റ് ഒക്കെ ഒന്ന് മാനേജ് ചെയ്ത് നോക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ കേട്ടോ. അടുത്തത് ഇത് നമ്മുടെ മെൻസ്ട്രേഷനെ അഫക്ട് ചെയ്യുന്നു. ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ നമുക്ക് പോകുന്നു. 21-നും 35-നും ഇടയിലല്ലാതെ ഭയങ്കര ഷോർട്ടായിട്ടും ഭയങ്കര ലോങ് ആയിട്ടും മെൻസ്ട്രൽ സൈക്കിൾ നമുക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇതിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറയുന്നതിന്റെ ഭാഗമായിട്ട് ഈസ്ട്രോജൻ ഹോർമോൺ കൂടും. അത് രണ്ടും കൂടിയുള്ള ഒരു ഇംബാലൻസ് ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ രണ്ടിന്റെയും എഫക്ട് മൂലം, ഒരെണ്ണത്തിന്റെ കൂടുതലും ഒരെണ്ണത്തിന്റെ കുറവ് മൂലം നിങ്ങൾക്ക് ഒരുപാട് തരത്തിൽ മെൻസ്ട്രേഷനെ അത് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം പീരിയഡ്സ് വന്നാൽ പോരാ, അത് റെഗുലർ ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസത്തിൽ വേണം നമുക്ക് പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതിന് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് PCOD ആണ്. PCOD ഇപ്പോൾ നമ്മളൊരു 10 സ്ത്രീകളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 പേർക്ക് PCOD ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. PCOD ഉണ്ടാകുമ്പോഴേക്കും ശരീരത്തിലെ ഈസ്ട്രോജൻ ഹോർമോണിന്റെ അളവ് ക്രമാതീതമായിട്ട് ഉയരും. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊജസ്ട്രോണിന്റെ അളവ് ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പോൾ PCOD ഉണ്ടാകുന്നത് നിങ്ങൾക്ക് പ്രൊജസ്ട്രോണിന്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാക്കാനായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺ ആണ് കേട്ടോ. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി കൃത്യമായിട്ട് പ്രവർത്തിക്കാത്തത്. അണ്ടർ ആക്റ്റീവ് ആയിട്ട് തൈറോയ്ഡ് പോവുകയാണെങ്കിൽ അതും പ്രൊജസ്ട്രോണിന്റെ ഇംബാലൻസസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കാരണമാകും. അടുത്തൊരു ബുദ്ധിമുട്ടാണ് ഹൈപ്രൊലാക്റ്റിൻ. അതായത് പ്രൊലാക്റ്റിൻ ഹോർമോൺ നമ്മുടെ ശരീരത്തിലെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ഇത് നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഭയങ്കര കൂടുതലായിരിക്കും ശരീരത്തിൽ, അതുപോലെ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കൂടുതലായിരിക്കും. എന്നാൽ അങ്ങനെ അല്ലാത്ത സമയങ്ങളിൽ പ്രൊലാക്റ്റിൻ ഹോർമോണിന്റെ അളവ് കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയാം, പ്രഗ്നൻസി ആകാനായിട്ടുള്ള ചാൻസസ് നമുക്ക് കുറയാം കേട്ടോ.
അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കൊളസ്ട്രോളിന്റെ ലെവൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുന്നത്. അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഓവറായിട്ട് എക്സ്ട്രീം ആയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്, അതുപോലെ ഡയറ്റ് ചെയ്യുന്നത്. ചില ആളുകൾക്ക് ഫിറ്റ്നസിന്റെ ഒരു എന്താ പറയാ, നമുക്ക് ഒരുപാട് വണ്ണം കൂടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയും കുറയ്ക്കണമെന്ന് വിചാരിച്ചിട്ട് ശരീരത്തിന് ഒരുപാട് പ്രഷർ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ ഹോർമോൺസിന്റെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നു. നമ്മൾ എപ്പോഴും ഒരു വർക്കൗട്ട് ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിക്കായിരിക്കണം. ഒരുപാട് നമ്മൾ ഹെവി ആയിട്ട് വർക്കൗട്ട്സ് ചെയ്തിട്ട് എങ്ങനെയും ഒരാഴ്ച കൊണ്ട് 5 കിലോ ഒക്കെ കുറക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് അതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് പീരിയഡ്സ് ഇറഗുലർ ആയി പോകും, ഓവുലേഷൻ നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ വർക്കൗട്ട്സ് ചെയ്യുന്നവരാണോ നിങ്ങളെന്ന് നോക്കുക. അതുപോലെ തന്നെ എക്സ്ട്രീം ആയിട്ട് നമ്മൾ ഡയറ്റ് ചെയ്യുക. ചില ആളുകൾ ഒന്നും ഇരുന്നിട്ട് ഡയറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഡയറ്റീഷ്യന്റെ സഹായം ഇല്ലാതെയോ അതിൽ കൃത്യമായിട്ട് അറിവില്ലാത്ത ഒരാളുടെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾ ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിനെ ഹാംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അതുമൂലം നിങ്ങൾക്ക് പ്രൊജസ്ട്രോണിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. ശരീരത്തിൽ സ്ട്രെസ് കൂടുന്നതിന്റെ ഭാഗമായിട്ട് കോർട്ടിസോളിന്റെ അളവ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് ഏറ്റവും ആദ്യം എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ഹോർമോൺസിനെയാണ്. റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിനെ കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു ദിവസം അനുഭവിക്കുന്ന സ്ട്രെസ്സിനെ പറ്റിയല്ല പറഞ്ഞത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഹോർമോൺസിനെയും എഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രൊജസ്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രൊജസ്ട്രോണിന്റെ ഭക്ഷണങ്ങൾ ഡയറക്റ്റ് നമുക്ക് ശരീരത്തിലോട്ട് എത്തിക്കാനായിട്ട് പറ്റില്ല. അത് ഓരോ വിറ്റമിൻസിലും ആന്റി ഓക്സിഡൻസിലും ഒക്കെയാണ് ഇത് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സിട്രസ് ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക. മുസമ്പി കഴിക്കുക, ഓറഞ്ച് കഴിക്കുക, അതുപോലെ നെല്ലിക്ക, ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ സ്ട്രോബെറീസ് കഴിക്കുക, പംകിൻ സീഡ് കഴിക്കുക. നമ്മുടെ മത്തൻ കുരുവില്ലേ, സീഡ് സൈക്ലിംഗ് ചെയ്യുന്നവർക്ക് അതിനനുസരിച്ച് ബെനിഫിറ്റ് കിട്ടും. അല്ലാതെ ഒരു പംകിൻ സീഡ് ആയിട്ട് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ നട്ട്സിൽ കാഷ്യൂനട്ട് എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ പയറുവർഗ്ഗങ്ങളിൽ ചിക്ക് പീസ്, നമ്മുടെ വെള്ളക്കടല എടുക്കുന്നത് നല്ലതാണ്. ഫ്ലാക്സ് സീഡ് നല്ലതാണ്. വാൾനട്ട് നല്ലതാണ്. ബ്രക്കോളി, കോളിഫ്ലവർ, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മോഡറേറ്റ് ആയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക. അതായത് നമ്മുടെ ശരീരത്തിന് എങ്ങനെയെങ്കിലും നമ്മളൊന്ന് ആക്റ്റീവ് ആക്കണം. അതൊരിക്കലും ശരീരത്തിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടായിരിക്കരുത്. മോഡറേറ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യുന്നതും നമ്മുടെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുന്നതും പ്രൊജസ്ട്രോണിന്റെ അളവിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നു. പിന്നെ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ മാത്രം നിങ്ങൾ കഴിച്ചിരിക്കേണ്ട. ഡോക്ടറെ കണ്ടിട്ട് അത് ഒരു വാലിഡ് ആയിട്ടുള്ള കാര്യമാണോ, അങ്ങനെ നിങ്ങൾക്ക് കുറയുന്നുണ്ടോ എന്നും കൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് ശരീരത്തിൽ വന്നപ്പോഴേക്കും അത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് മനസ്സിലാക്കി ഇതുപോലുള്ള ടിപ്സും ട്രീറ്റ്മെന്റും ഒക്കെ എടുത്തപ്പോഴേക്കും ഈ കുട്ടിക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിച്ചു. അതുപോലെ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ മാറ്റങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് കൺസീവ് ചെയ്യാനായിട്ട് അത് സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.